വെല്ലുവിളിച്ച് രാഹുൽ ഈശ്വർ, ജയിലിൽ നിരാഹാരമിരിക്കും. രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി ഇനിയും വീഡിയോ ചെയ്യും. അതിജീവതയെ അധിക്ഷേപിച്ച കേസിൽ റിമാൻഡിലായ രാഹുൽ ഈശ്വർ വീണ്ടും വെല്ലുവിളികളുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി വീഡിയോ ചെയ്യുന്നത് നിർത്തില്ല എന്നായിരുന്നു ആദ്യ വെല്ലുവിളി. പൗടിക്കോണത്തെ വീട്ടിൽ നിന്നും ലാപ്ടോപ്പ് എടുക്കുന്നതിനായി രാഹുൽ ഈശ്വറിനെ എത്തിച്ചപ്പോഴായിരുന്നു മാധ്യമങ്ങളോട് ഇങ്ങനെ പ്രതികരിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പീഡന പരാതി നൽകിയ സ്ത്രീക്കെതിരെ സൈബർ അധിക്ഷേപം നടത്തിയ കുറ്റത്തിനാണ് രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്തതും കോടതി റിമാൻഡ് ചെയ്തതും. എന്നാൽ തന്റെ നിലപാടിൽ നിന്ന് പിന്നോക്കം പോകില്ലെന്ന നിലപാടിലാണ് രാഹുൽ. ചോദ്യം ചെയ്യാനായാണ് ആദ്യം രാഹുൽ ഈശ്വറിനെ പോലീസ് വിളിപ്പിച്ചത്. AR ക്യാമ്പിലേക്ക് കൊണ്ടുപോയാണ് വിശദമായ ചോദ്യം ചെയ്യൽ നടത്തിയത്. ഇതിനുശേഷം അറസ്റ്റ് ചെയ്യുകയായിരുന്നു. അറസ്റ്റിലാകും മുമ്പ് രാഹുൽ തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ ലാപ്ടോപ്പ് ഒളിപ്പിച്ചു വെക്കുന്നതായി പറഞ്ഞിരുന്നു. പോലീസ് തന്റെ വീട്ടിലെത്തിയിട്ടുണ്ടെന്നും ലാപ്ടോപ്പ് ചോദിച്ചപ്പോൾ ഓഫീസിലാണെന്ന് താൻ പറഞ്ഞെന്നും രാഹുൽ വീഡിയോയിൽ പറയുന്നുണ്ട്. ശേഷം ഞാൻ ലാപ്ടോപ്പ് എടുത്ത് മാറ്റട്ടെ എന്ന് പറയുന്നതായും വീഡിയോയിലുണ്ട്. എന്നാൽ രാഹുലിന്റെ വീട്ടിൽ നിന്ന് തെളിവെടുപ്പിനിടെ ലാപ്ടോപ്പ് കണ്ടെടുക്കുകയും പിടിച്ചെടുക്കുകയുമായിരുന്നു. പൂജപ്പുര ജില്ലാ ജയിലിൽ നിരാഹാരമിരിക്കുമെന്നായിരുന്നു രാഹുൽ ഈശ്വറിന്റെ രണ്ടാമത്തെ വെല്ലുവിളി. അതിജീവതയെ അധിക്ഷേപിച്ച കേസിൽ റിമാൻഡിലായ ശേഷമായിരുന്നു രാഹുൽ ഈശ്വറിന്റെ ഈ വെല്ലുവിളി. ഇത് ആണുങ്ങൾക്ക് വേണ്ടിയുള്ള സമരമാണ്. കോടതി പറയുന്നത് പച്ചക്കള്ളമാണ്. പോലീസ് തെറ്റിദ്ധരിപ്പിച്ചുവെന്നും രാഹുൽ ഈശ്വർ പറഞ്ഞു. ജാമ്യഹർജി തള്ളിയതിനു ശേഷം ജയിലിലേക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് രാഹുൽ ഈശ്വർ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിൽ നിന്നും പോലീസ് വിലക്കിയെങ്കിലും ജീപ്പിൽ കയറ്റുന്നതിനിടെയാണ് രാഹുൽ ജയിലിൽ നിരാഹാരമിരിക്കുമെന്ന് പ്രതികരിച്ചത്. 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തതോടെ രാഹുൽ ഈശ്വർ പൂജപ്പുര ജില്ലാ ജയിലിലാണ് ഇപ്പോൾ.